ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ഈ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കമലേനെ വിളിക്കുകയാണ്. എന്നിട്ട് കമലനോട് പറയുന്നത്, കമലെടുത്തി ബാലേന്ദ്രൻ എന്തോ സ്ട്രോക്ക് വന്നെന്നോ കുഴഞ്ഞു വീഴുന്നൊക്കെ അലീനെ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ ദേ ബാഗിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കമലെടുത്തി മനുവിനൊന്ന് വിളിച്ച് കാര്യം പറഞ്ഞേക്കണേ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെ എല്ലാവരും കൂടിയിട്ട് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അലീനയാണെന്നുണ്ടെങ്കിലും കൂടെ പോകുന്നുണ്ട് കേട്ടോ ആംബുലൻസിൻ്റെ അവിടം വരെ. അപ്പോൾ ഡോക്ടർ ശർമ്മയുണ്ട്. അവരെ ആംബുലൻസിൽ കയറ്റിയതിന് ശേഷം അലീന ശർമ്മ സാറിനോട് പറയാണ്, ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം, ഞാനും കൂടെ വരാം, ഞാനൊന്ന് മുത്തശ്ശിനോട് പറഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് വേഗം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടാണ് കേട്ടോ. മുത്തശ്ശി എന്ന് വിളിക്കുമ്പോഴേക്കും മുത്തശ്ശി, മോളെ അലീനെ എന്തായി കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ആംബുലൻസ് വന്നിട്ടുണ്ട്, ബാലേന്ദ്ര സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ്, ഞാനും കൂടെ പോകുന്നുണ്ട്, മുത്തശ്ശി പേടിക്കണ്ട കേട്ടാ, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും ഇവിടേക്ക് വരും. മുത്തശ്ശി പിന്നെയും പറയാണ്ട്, മുത്തശ്ശി പേടിക്കല്ല കേട്ടാ, ഇല്ല മോളെ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അലീന ആംബുലൻസിൽ ചെന്ന് കയറുകയാണ്. അങ്ങനെ ബാലേന്ദ്രനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ കൂടെ തന്നെ ശർമ്മ സാറും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അലീനയും അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് നേരെ ബാലേന്ദ്രനെ ICUലേക്ക് കൊണ്ടുപോവുകയാണ്. അലീന അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശർമ്മ സാർ അവിടേക്ക് വരികയാണ്. അപ്പോൾ ശർമ്മ സാർ നേരെ ICUലേക്ക് കയറി പോകുമ്പോൾ അലീനോട് പറയുന്നുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, പേടിക്കാതെ നിൽക്കുമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് വൈജയന്തി വരികയാണ് കേട്ടോ. വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ അലീന കണ്ട വഴിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെയാണോ ബാലേന്ദ്രനെ കെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ. പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ആരും നിർത്തൂല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതല്ല ചോദിച്ചത്, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിനക്ക് വീട്ടിൽ പോയിക്കൂടെയും ചോദിക്കുകയാണ് കേട്ടോ. അല്ല, ഞാനാണ് ബാലേന്ദ്ര സാറിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇവിടെ തന്നെ നീ നിൽക്കണമെന്നുണ്ടോ, നീ വീട്ടിൽ പോ, നിൻ്റെ പണി ഇതൊന്നുമല്ല, നിൻ്റെ പണി വീട്ടിലാണെന്ന് പറയും. അപ്പോൾ അലീന പറയും, ബാലേന്ദ്ര സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ആംബുലൻസ് വിളിച്ചതൊക്കെ ഞാൻ തന്നെയാണ്, അതൊന്നും എൻ്റെ പണിയായിരുന്നില്ല എന്ന് പറയും. ഓ, നീ ഒരു ത്യാഗം ചെയ്തതിൻ്റെ കണക്ക് വിളിച്ച് പറയാണോ എന്ന് ചോദിക്കുകയാണേ. തൽക്കാലം നീ ഇവിടെ നിൽക്കണ്ട, നീ നേരെ വീട്ടിലേക്ക് പോ, വീട്ടിലാണ് നിന്നെ കൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാണേ. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമമാണ് കേട്ടോ. അലീന ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കൂട്ടോ. വൈജയന്തിക്ക് എന്ന് വെച്ചാൽ വീട് ദേഷ്യം വരും. നിന്നോട് പറഞ്ഞാൽ കേൾക്കൂലേ, നീ വീട്ടിൽ പോ, നീ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങാട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ അലീന ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, പാലം കടക്കുന്നവരെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ടൊരു കാര്യം, അതുതന്നെയാണ് ഇപ്പം ഞാനിവിടെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അതിന് ശേഷം പിന്നെ മനു വരികയാണ് കേട്ടോ. മനു വരുമ്പോൾ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അലീനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്, എന്താണ് ഉണ്ടായതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന ആണെന്നുണ്ടെങ്കിൽ വിവരങ്ങളൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്, ബാലേന്ദ്ര സാറ് വന്നപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും വീട്ടിൽ വെച്ചിട്ട് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മളെ മനു പറയുന്നുണ്ട്, അങ്കിൾ അങ്ങനെ കുടിക്കുന്ന ആളല്ലല്ലോ, നീ ചോദിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അലീന പറയുന്നത്, ശർമ്മ സാറ് വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ശർമ്മ സാറ് വരികയാണ് കേട്ടോ. അപ്പോൾ ശർമ്മ സാറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് മനു. എന്തായി അങ്കിളുടെ കാര്യം ചോദിക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റാണ്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകണം, ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഡീറ്റെയിൽസുകളൊക്കെ പറയുകയാണ്. അപ്പോൾ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് സമയത്ത് അലീന CPR കൊടുത്തത് കൊണ്ടാണ് ബാലേന്ദ്രൻ ജീവൻ കിട്ടിയതെന്ന് തന്നെ പറയാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബാലേന്ദ്രന് അയർ സ്ട്രോക്കിൽ തന്നെ ഇല്ലാതായേനെന്ന് പറയാൻ കേട്ടോ. എന്തായാലും അലീനയോടാണ് കൂടുതൽ നന്ദി പറയേണ്ടത്. കറക്റ്റ് സമയത്ത് എന്നെ വിളിച്ചു, ആംബുലൻസ് വിളിച്ചു, അതുപോലെ CPR കൊടുത്തു, അതൊക്കെ ഈ കുട്ടി തന്നെ ചെയ്തത്. ഈ കുട്ടി തന്നെയാണ് ബാലേന്ദ്രൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറയുകയാണേ. അലീനനെ മനു ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാലേന്ദ്രൻ നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിച്ചിട്ടുണ്ട്. മാത്രമല്ല എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കും എന്തൊക്കെയോ വിഷമങ്ങൾ തോന്നുന്നുണ്ട്, ബാലേന്ദ്ര സാറിൻ്റെ പെരുമാറ്റത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. ശർമ്മ സാറ് അകത്തേക്ക് പോട്ടോ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാനും കൂടെ വരാം സാർ എന്ന് പറഞ്ഞിട്ട് മനുവും കൂടെ പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വീട് പോകാൻ കേട്ടോ. അപ്പോൾ വീണ്ടും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം. പിന്നെ ഇപ്പം അങ്കിളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ടെൻഷൻ അടിക്കാനൊന്നുമില്ല, എന്തായാലും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ ശർമ്മ പറയുകയാണെ. അപ്പോൾ മനു പറയുകയാണ്, ബാലേന്ദ്രൻ അങ്കിള് അങ്ങനെ കുടിക്കുന്ന ഒരാളൊന്നുമല്ല, വല്ലപ്പോഴും വല്ല ക്ലബിലൊക്കെ വല്ല പാർട്ടിക്ക് പോയ ഒരു പെഗ് അടിക്കും, അതിൽ കൂടുതലൊന്നും വരില്ല. ബാലേന്ദ്രന് വല്ല അസുഖങ്ങൾ ഉണ്ടായതായിട്ട് അറിയുമെന്ന് ചോദിക്കുമ്പോൾ പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും വലിയ ഹൈ ലെവലിലൊന്നുമല്ല, ഒരു മീഡിയത്തിലാണ് നിന്നിരുന്നത്. അങ്കിളെന്ന് പറഞ്ഞാൽ എൻ്റെ റോൾ മോഡലാണ്, അത്രയും നല്ല ലൈഫ് സ്റ്റൈലാണ് അങ്കിള് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒത്തിരി ശാന്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്, പക്ഷെ എന്താണ് പറ്റിയെന്നറിയില്ല. എന്തായാലും ആ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തോ ഒരു കളങ്കം സംഭവിച്ചിട്ടുണ്ടെന്ന് ശർമ്മ സാറ് പറയും.
അപ്പോഴേക്കും അവിടേക്ക് വൈജയന്തി വരികയാണ്. മനു നീ എപ്പോൾ എത്തി? ഞാൻ കുറച്ച് നേരമായി എത്തിയിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് ശർമ്മ സാറിന്, സാർ ബാലേന്ദ്രൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്ന് പറയും കേട്ടോ. അതൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൻറ്റിബയോട്ടിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് ഞാൻ ബാങ്കിൽ ഇരുന്നപ്പോഴാണ് ഇത് അറിഞ്ഞത്. അപ്പം തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു. പക്ഷേ അപ്പോഴേക്കും സാറ് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ശർമ്മ സാറ് പറയും അതല്ലേ വേണ്ടത്, അല്ലാതെ വൈജയന്തി വരുന്നത് വരെ അവിടെ വയ്യാത്ത ആളെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അയ്യോ അങ്ങനെയല്ല പറഞ്ഞത്, കറക്റ്റ് സമയത്ത് സാറ് ഇത് ചെയ്തല്ലോ, അതിന് നന്ദി പറഞ്ഞതാണ്. നന്ദി പറയേണ്ടത് എന്നോടൊന്നല്ല, നന്ദി പറയേണ്ടത് അലീനയോടാണ്. അലീനയാണ് കറക്റ്റ് സമയത്ത് CPR കൊടുത്ത് ബാലേന്ദ്രനെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ വൈജയന്തി. പിന്നെ കാണിക്കുന്നത് അലീനയുടെ അടുത്ത് വന്നിട്ട് കൺസെൻ്റ് ഒപ്പിടിക്കാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ സാറിൻ്റെ ബന്ധുവാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം സെർവൻ്റാണ്, ഒപ്പിട്ട് തരാനായിട്ട് അവകാശമുള്ള ആൾക്കാർ വേറെ ഉണ്ട് ഇവിടെ, ശർമ്മ സാറിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ സിസ്റ്റർ പോയി കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ഒപ്പിടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വൈജയന്തി അലീനനെ കാണുമ്പോൾ അലീനയുടെ അടുത്തേക്ക് ദേഷ്യം വന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ചെല്ലണത്, ദേ മനു ഇവളിവിടെ നിന്ന് പറഞ്ഞയച്ചോട്ടാ, ഇവളിവിടെ കാര്യം എന്താണ്, ഇവളിവിടെ നിർത്തേണ്ട കാര്യം എന്താണ്, ഇവളോട് ഞാൻ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, മര്യാദയ്ക്ക് ഇവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനു പറയും ആൻറ്റിയുടെ തലയിലൊന്നും അല്ലല്ലോ അവൾ നിൽക്കുന്നത്, എന്തൊക്കെയാണ് ആൻറ്റി വിളിച്ച് പറയുന്നത്, അങ്കിളുടെ ജീവൻ രക്ഷിച്ച ആളാണ് അലീന, കറക്റ്റ് സമയത്ത് CPR കൊടുത്ത് ആംബുലൻസ് വിളിച്ച് ഡോക്ടർ ശർമ്മനെ വിളിച്ച് എന്നെയും ആൻറ്റീനെ ഒക്കെ വിളിച്ച് വിവരം അറിയിച്ച ആളാണ് ഈ നിൽക്കുന്നത്, എന്നിട്ട് അലീനോട് എന്തിനു പോകാൻ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണേ. ഇവളുടെ ആവശ്യം ഇവിടെ അല്ല, വീട്ടിലല്ല ഇവളുടെ ആവശ്യം, അവിടെ പിള്ളേർ തനിച്ചല്ലേ, ഓക്കെ ശരി, ഒരു ഇത്തിരി ഉളുപ്പ്, ഒരു നന്ദി എന്തെങ്കിലും ഒന്ന് വേണ്ടേ ആൻറ്റി, ഇത്രയ്ക്ക് തരം താഴരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി അല്ല മനു സംസാരിക്കുകയാണേ. അപ്പോൾ വൈജയന്തി പറയും ഇവളിവിടെ തൽക്കാലം നിൽക്കേണ്ട കാര്യമില്ല, ഇവള് അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇവളുടെ ആവശ്യമില്ലല്ലോ, ഞാനുണ്ട് മനുണ്ട്, അപ്പോൾ പിന്നെ എന്തിനാണ് ഇവളുടെ ആവശ്യം. അപ്പോൾ മനു പറയും ശരിയാണ് ഇവളുടെ അവിടെ ആവശ്യമില്ല, ഇനിയിപ്പോൾ അധികമൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, അലീന നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ എന്തായാലും വാ വീട്ടിലേക്ക് പോകാം എന്ന് പറയും. അപ്പോൾ അല്ല ബാലേന്ദ്ര സാറിൻ്റെ വിവരം അതൊക്കെ ഞാൻ വിളിച്ച് നിന്നോട് പറഞ്ഞോളാം, വാ ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുമ്പോൾ നീ എന്തിനാണ് കൊണ്ടുവന്നാക്കുന്നത്, അവളൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളും, വേണ്ട ഓട്ടോ വിളിച്ച് പോകണ്ട, ഞാനേ എൻ്റെ കാറിൽ കൊണ്ടുവന്നാക്കിക്കോളാം അവളെ എന്ന് പറയുകയാണേ. അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്ര സാറിൻ്റെ വിവരം അറിയാണ്ട് അപ്പോൾ പറയുന്നത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുകയാണേ. അലീനെ കയ്യിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് അലീനെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. വൈജയന്തിയുടെ മുന്നിൽ വെച്ചിട്ട് അലീനെ കയ്യിൽ പിടിക്കുന്ന അലീനെ വിചാരിക്കുന്നില്ല. വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് അലീനനെയും അതുപോലെ മനുവിനെ മാറി നോക്കുകയാണ്. പക്ഷേ നമ്മളെ മനു ആണെന്നുണ്ടെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ വൈജയന്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ അലീനനെ പിടിച്ച് നേരെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വമാണ് കേട്ടോ കൈ പിടിച്ചത്, കുറച്ചൊന്ന് കുശുമ്പ് കൊള്ളട്ടെ, ദേഷ്യമുണ്ട് നല്ലോണം, തീർക്കട്ടെ അത് എന്ന് പറയാൻ കേട്ടോ. അല്ല ബാലേന്ദ്ര സാറിൻ്റെ പേര് എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് പറയുകയാണെ. അത് കുഴപ്പമില്ല, ആൻറ്റിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവുകയാണെ. ആ ഒരു കാഴ്ച നോക്കിയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്, മനുവിൻ്റെ കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അലീനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അലീന പറയും ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഇന്ന് പോകാൻ നിന്നിരുന്ന ആളാണ്, ഡ്രസ്സ് മുഴുവൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന അതെന്നോട് പറഞ്ഞതാണല്ലോ, പക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇനിയിപ്പോൾ ഞാനിങ്ങനെ എനിക്ക് പോകണ്ടേ ചോദിക്കണം. ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അലീന പോകണ്ട, അതെങ്ങനെ ശരിയാവാം, മേഡത്തിൻ്റെ സ്വഭാവം കണ്ടില്ലേ, ഞാൻ എന്തൊക്കെ ഇപ്പോൾ ചെയ്തത്, എന്നിട്ട് നന്ദി വേണ്ട ദേഷ്യപ്പെടാതെയെങ്കിലും ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആൻറ്റിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ, നീ ഇപ്പോൾ പോയാൽ ശരിയാവില്ല, വീട്ടിൽ മുത്തശ്ശിയും പിള്ളേരൊക്കെ തനിച്ചല്ലേ, അപ്പോൾ അവരൊക്കെ കൊല്ലപ്പള്ളി വന്നത് കാലം മുത്തശ്ശീനെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുകൂടെ, ബബിയും അലീൻ രോഹിത്തും കൃഷ്ണമോളും കൊല്ലപ്പള്ളിയിൽ നിന്ന് കുറച്ച് ദിവസം കോളേജിൽ പോട്ടെ എന്ന് പറയും കേട്ടോ. അതൊന്നും അത്ര ശരിയാവുന്ന കാര്യമല്ല, എന്തായാലും ഈ സമയത്ത് പോകുന്നത് ശരിയല്ല എന്ന് തന്നെ മനു പറയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷമാവാണ് കേട്ടോ, ഞാനെന്തായാലും പോകാനായിട്ട് തയ്യാറായി നിന്നതാണ്. അപ്പോൾ മേഡത്തിൻ്റെ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ പറ്റാത്തതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ചെസ് ബോർഡിൽ കിയോനാണ് ആൻറ്റി, അപ്പോൾ പാവപ്പെട്ട ഒരു രാജാവാണ് നമ്മുടെ അങ്കിളും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് രാജാവിനെ രക്ഷിക്കുകയാണ് ശരിക്കും ചെയ്യുക, ഇതങ്ങനെയല്ലല്ലോ, മേഡത്തിൻ്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിയത് അങ്കിള് അതായത് ബാലേന്ദ്രൻ സാറ് മരിച്ചു പോയാൽ മതി എന്നാണ് ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അലീന പറയാൻ കേട്ടോ. അപ്പോൾ മനുവും പറയുന്നുണ്ട് കേട്ടോ,
ശരിയാണ്, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. അങ്കിള് മരിച്ചു പോയാൽ മതി എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആന്റിയുടെ മനസ്സിലിരിപ്പുന്ന്. ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് മനു പറയുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.